നമസ്കാരം. 10ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. പുതിയ ടെക്സ്റ്റിലെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. 1ാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻസ്, ആക്ടിവിറ്റീസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, സമ്മറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ കുറേ കുട്ടികൾ നറേഷനൊക്കെ ചോദിച്ചിരിക്കുന്നു. എന്താണ് ഉദ്ദേശം എന്ന് എനിക്കറിയത്തില്ല. സമ്മറി തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ സമ്മറി തരാം. വളരെ ചുരുക്കിയ ഒരു സമ്മറി തന്നെയാണ് കേട്ടോ. നോക്കൂ മക്കളെ, ഏതാ ചാപ്റ്റർ ഏതാണ്? എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് എന്നുള്ള ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസ്, എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് tells the story of Peleo and Elisenda, a poor couple who discover an old weak man with enormous wings lying in the mud of their courtyard. എന്താ സംഭവം? ഒറ്റ സെൻറ്റൻസിൽ അങ്ങ് പറഞ്ഞതാണ്. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കോസിൻ്റെ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് എന്ന് പറയുന്ന കഥ എന്താണ് നമ്മളോട് പറയുന്നത്? പെലയോടെയും എലിസൻ്റെയുടെയും കഥയാണ്. അവരാരായിരുന്നു? പുവറായിട്ടുള്ള കപ്പിളാണ്. കപ്പിൾ എന്താ? ദമ്പതികളായിരുന്നു. അവർ എന്ത് കണ്ടെത്തുന്നു? ഓൾഡായിട്ടുള്ള വീക്കായിട്ടുള്ള ഒരാളെ കണ്ടെത്തുന്നു. എവിടെ? എനോർമസ് വിങ്സ് ഉള്ള ഒരാളെ അവരുടെ കോർട്ട്യാർഡിൻ്റെ പുറകിൽ നിന്ന് കണ്ടെത്തും. Initially frightened, they soon grow accustomed to him, especially after their sick child miraculously recovers. ആദ്യമേ അവർക്ക് അദ്ദേഹത്തിനെ പേടിയായിരുന്നെങ്കിലും പിന്നീട് ആ ഒരു പേടിയൊക്കെ മാറി കുറച്ച് ഫെമിലിയർ ആയതുപോലെ ആയി അവർ. എപ്പോഴാണ് അവരുടെ സിക്കായിട്ടുള്ള കുട്ടി എന്താവുന്നു? റിക്കവർ ആയതിനു ശേഷം അവർക്ക് കൂടുതൽ അതിനോടുള്ള പേടിയെന്ന് മാറി. A neighbor claims the old man is an angel. നൈബർ എന്താ പറയുന്നത്? ഓൾഡ് മാൻ എന്താണ്? ഒരു ഏഞ്ചലാണെന്ന് പറയുന്നു. ആൻഡ് soon crowds flock to see him. കേട്ട ഉടനെ എന്ത് ചെയ്യുന്നു? ക്രൗഡ്, ആൾക്കാർ അതിനെ കാണാൻ, അദ്ദേഹത്തെ കാണാനായിട്ട് വരുന്നു. ട്രീറ്റിംഗ് ഹിം മോർ എസ് എ സ്പെക്ടക്കിൾ ദാൻ എ ഡിവൈൻ ബീയിങ്. അവർക്ക് കാണാൻ, കാഴ്ചയ്ക്കുള്ള എന്തോ ഒരു വസ്തു പോലെയാണ് അവർ കണ്ടത് അല്ലേ. ഒരു ഡിവൈൻ ബീയിങ് എന്നുള്ള, അല്ലെങ്കിൽ ഒരു സ്വർഗീയമായ എന്തോ ഒന്ന് എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. കാഴ്ചയ്ക്ക് കിട്ടിയ എന്തോ ഒന്ന് പോലെ ഇരുന്ന് കാണുകയാണ്. പെലയോ ആൻഡ് എലിസൻഡ യൂട്ടിലൈസ് ദ സിറ്റുവേഷൻ, ചാർജിങ് അഡ്മിഷൻ ആൻഡ് ഗ്രോയിങ് വെൽത്തി. ഈ സാഹചര്യം ഇവർ രണ്ടുപേരും യൂട്ടിലൈസ് ചെയ്യുന്നു. എന്നിട്ട് അവർ വെൽത്തിയായി മാറുന്നു. മീൻ വൈൽ ദ ഏഞ്ചൽ സഫേഴ്സ് നെഗ്ലക്റ്റ് ആൻഡ് മിസ്ട്രീറ്റ്മെൻറ്റ്. ഈ സമയത്ത് ഏഞ്ചലിനെ എന്താണ് എല്ലാവരും നല്ല രീതിയിലങ്ങ് പരിഗണിക്കുകയായിരുന്നോ? അല്ല. അദ്ദേഹത്തിന് എന്താണ് ഒരുപാട് ദുരന്തങ്ങൾ സഫർ ചെയ്തു. അതുപോലെ തന്നെ നെഗ്ലക്റ്റ്, മിസ്ട്രീറ്റ്മെൻറ്റ്, ഓരോന്നൊക്കെ എറിയൊക്കെ ചെയ്തില്ലേ, ഫുഡൊക്കെ എടുത്ത് എറിയൊക്കെ ചെയ്തില്ലേ. എൻജറിങ് ദ ക്യൂരിയോസിറ്റി ആൻഡ് ക്രുവൽറ്റി ഓഫ് വിസിറ്റേഴ്സ് വിത്ത് സൈലൻറ്റ് പേഷ്യൻസ്. എല്ലാം അനുഭവിച്ചു അല്ലേ. എന്താണ് വന്നിരിക്കുന്ന ആൾക്കാരുടെ ക്യൂരിയോസിറ്റി, അതും അദ്ദേഹം സഹിക്കണം. ആ ക്യൂരിയോസിറ്റിയിൽ അവർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? അത് സഹിച്ചു. അതുപോലെ ക്രുവൽറ്റി, ആ ആൾക്കാരുടെ ക്രുവൽറ്റിയും സഹിച്ചു. ഇങ്ങനെ പേഷ്യൻസ്, ക്ഷമയോടുകൂടി അദ്ദേഹം അത് സഹിക്കുകയാണ് ചെയ്തത്. പിന്നെന്താണ്? ഇവൻച്വലി ഇൻട്രസ്റ്റ് ഫെയ്ഡ്സ് വെൻ എ വുമൺ ട്രാൻസ്ഫോംഡ് ഇൻ ടു എ സ്പൈഡർ അറൈവ്സ് ആസ് എ ന്യൂ അട്രാക്ഷൻ. ഇനി ഒരു പുതിയ അട്രാക്ഷനായിട്ട് ആര് വരുന്നു? ഒരു വുമൺ വരുന്നു അല്ലേ, സ്പൈഡർ വുമൺ വരുന്നു. അപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അട്രാക്ഷൻ അങ്ങ് മങ്ങി. വിത്ത് ദ മണി ഏൺ ഫ്രം ദ ഏഞ്ചൽ, പെലയോ ആൻഡ് എലിസൻഡ ബിൽറ്റ് എ ന്യൂ ഹൗസ് ആൻഡ് ഫോർഗെറ്റ് അബൌട്ട് ഹിം. അപ്പോഴേക്കും ആ പൈസയൊക്കെ സമ്പാദിച്ചത് കൊണ്ട് പെലയോ എലിസൻ്റെ ഒരു പുതിയ വീടൊക്കെ കെട്ടിയിരുന്നു. അദ്ദേഹത്തിനെ അതിൻ്റെ ഇടയ്ക്ക് അവരങ്ങ് മറന്നേ പോയി എന്ന് വേണമെങ്കിൽ പറയാം. Years pass and the angel, now frail and nearly blind, remains unnoticed. ഈ ഒരു സമയമായപ്പോഴേക്കും ഏഞ്ചൽ എന്താ അൺനോട്ടീസ്ഡായി മാറി. എന്താണ്? നിയർലി ബ്ലൈൻഡ് ആവുന്നു, ഫ്രെയിലായി, വിളറിപ്പോയി. ആ ഒരു അവസ്ഥയിലായിരുന്നല്ലോ ഏഞ്ചൽ. പിന്നീട് എന്താകുന്നു? ബട്ട് ഇറ്റ് സ്ലോലി റീഗെയിൻ സ്ട്രെങ്ത്. പെതുക്കെ കൊണ്ട് സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യുന്നു. ആൻഡ് ക്ലംസ്ലി ഫ്ലൈസ് അവേ. വേച്ചാണെങ്കിലും എങ്ങനെയെങ്കിലും പറന്നവിടെ നിന്ന് പോകുന്നു. എലിസൻഡ വാച്ചസ് ഹിം ഡിസപ്പിയർ, റിലീവ് ദാറ്റ് he is no longer a burden, not just a distant speck on the horizon. ഇനി അദ്ദേഹം ഒരു ശല്യമായിട്ട് ഇവിടെ ഉണ്ടാവില്ല. ആ ഹൊറൈസൺ അപ്പുറത്തൊരു പൊട്ടുപോലെ അദ്ദേഹം അങ്ങ് പോയി എന്നുള്ള ആശ്വാസത്തിൽ ആരിയ്ക്കുന്നു? എലിസൻഡ ഇരിക്കുന്നു. ഇത് വളരെ ചുരുക്കി പറഞ്ഞതാണ്. ഇനി ഇതിലും ചുരുക്കാൻ വേണമെങ്കിൽ പറ്റുമായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു സത്ത വേണമല്ലോ മക്കളെ. എന്തിൻ്റെയും ഒരു സത്ത കളയാതെ നമ്മൾ പറയണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും മതി. ഇതുകൂടി അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 2ാമത്തെ ചാപ്റ്റർ എടുക്കുകയാണ്. തൊട്ട് പറവിന് അത് ഷൂട്ട് ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ മക്കളെ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളൊന്ന് താഴെ കമൻറ്റും കൂടി ചെയ്യുക. മിടുക്കനായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.